2 ദിനവൃത്താന്തം അധ്യായം 17. യഹോശാഫാത്ത്. ആസായ്ക്കു ശേഷം മകൻ യഹോശാഫാത്ത് രാജാവായി. അവൻ ഇസ്രായേലിനെതിരെ തൻ്റെ നില ഭദ്രമാക്കി. യൂദായിലെ സുരക്ഷിത നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും എഫ്രായിം ദേശത്തു നിന്ന് തൻ്റെ പിതാവായ ആസ പിടിച്ചെടുത്ത പട്ടണങ്ങളിലും പട്ടാളത്തെ നിയോഗിച്ചു. തൻ്റെ പിതാവിൻ്റെ ആദ്യകാല മാതൃകയനുസരിച്ച് ബാലിനെ സേവിക്കാതിരുന്നതിനാൽ കർത്താവ് യഹോശാഫാത്തിനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ പിതാവിൻ്റെ ദൈവത്തെ തേടുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്തു. ഇസ്രായേൽ രാജാക്കന്മാരുടെ മാർഗം സ്വീകരിച്ചതുമില്ല. കർത്താവ് യഹോശാഫാത്തിന് രാജ്യത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം നൽകി. യൂദാ മുഴുവനും അവന് കാഴ്ചകൾ കൊണ്ടുവന്നു. അങ്ങനെ അവൻ്റെ ധനവും മാനവും പെരുകി. അവൻ കർത്താവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്നു. യൂദായിലെ പൂജാഗിരികളും അശേരാ പ്രതിഷ്ഠകളും നശിപ്പിച്ചു. തൻ്റെ 3-ാം ഭരണവർഷം യഹോശാഫാത്ത് യൂദാ നഗരങ്ങളിൽ ജനങ്ങളെ പഠിപ്പിക്കാൻ ഉപദേഷ്ടാക്കളായി ബെൻഹായിൽ, ഒബാദിയ, സക്കറിയ, നെത്തനേൽ, മിഖായ എന്നിവരെ അയച്ചു. അവരോടൊപ്പം ലേവ്യരായ ഷെമായ, നെഥാനിയ, സെബദിയ, അസഹേൽ, ഷെമിറാമോത്ത്, യഹോനാദാൻ, അദോനിയ, തോബദോനിയ എന്നിവരെയും പുരോഹിതന്മാരായ എലിഷാമ, യഹോറാം എന്നിവരെയും അയച്ചു. അവർ കർത്താവിൻ്റെ നിയമഗ്രന്ഥവുമായി യൂദാ നഗരങ്ങളിലെല്ലാം ചെന്ന് ജനത്തെ പഠിപ്പിച്ചു. യൂദായ്ക്കു ചുറ്റുമുള്ള രാജ്യങ്ങളിൽ കർത്താവിനെ കുറിച്ചുള്ള ഭീതി പരന്നതിനാൽ അവരാരും യഹോശാഫാത്തിനെതിരെ യുദ്ധത്തിന് പോയില്ല. ഫിലിസ്തീനിൽ ചിലർ യഹോശാഫാത്തിന് കാഴ്ചയായി ധാരാളം വെള്ളിയും മറ്റു സമ്മാനങ്ങളും കൊണ്ടുവന്നു. 7700 ചെമ്മരിയാടുകളെയും 7700 കോലാടുകളെയും അറബികൾ സമ്മാനിച്ചു. യഹോശാഫാത്ത് അടിക്കടി പ്രബലനായിക്കൊണ്ടിരുന്നു. യൂദായിലെങ്ങും കോട്ടകളും സംഭരണ നഗരങ്ങളും പണിതു. അവിടെ ധാരാളം വിഭവങ്ങൾ ശേഖരിച്ചു. ജെറുസലേമിൽ വീരയോദ്ധാക്കളുടെ വ്യൂഹങ്ങളെ നിയോഗിച്ചു. ഗോത്രക്രമത്തിൽ അവരുടെ പേരുവിവരം: യൂദാ ഗോത്രത്തിലെ സഹസ്രാധിപന്മാരുടെ തലവൻ അദ്ന. അവന്റെ കീഴിൽ 3,00,000 പടയാളികൾ. രണ്ടാമൻ യഹോഹനാൻ. അവന്റെ കീഴിൽ 2,80,000 പേർ. മൂന്നാമൻ സിക്രിയുടെ മകൻ അമസിയ. കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി തന്നെ സമർപ്പിച്ച അവന്റെ കീഴിൽ 2,00,000 പേർ. ബെഞ്ചമിൻ ഗോത്രത്തിന്റെ സൈന്യാധിപൻ എലിയാദ. വീരപരാക്രമിയായ അവന്റെ കീഴിൽ പരിചയം വില്ലും ഉപയോഗിക്കുന്ന പടയാളികൾ 2,00,000. നാലാമൻ യഹോസബാദ്. അവന്റെ കീഴിൽ ആയുധധാരികൾ 1,80,000. യൂദായിലെ സുരക്ഷിത നഗരങ്ങളിൽ നിയമിച്ചിരുന്നവർക്ക് പുറമേയുള്ള രാജസേവകരാണിവർ. അധ്യായം 18. യഹോശാഫാത്തിന് സമ്പത്തും പ്രശസ്തിയും വർദ്ധിച്ചു. അവൻ ആഹാബ് കുടുംബവുമായി വിവാഹബന്ധത്തിലേർപ്പെട്ടു. ഏതാനും വർഷങ്ങൾക്കു ശേഷം യഹോശാഫാത്ത് സമരിയായിൽ ആഹാബിനെ സന്ദർശിച്ചു. ആഹാബ് അനേകം ആടുകളെയും കാളകളെയും കൊന്ന് അവനെയും കൂടെയുള്ളവരെയും സൽക്കരിച്ചു. അങ്ങനെ റാമോത്ത് ഗിലെയാദിനെതിരെ യുദ്ധം ചെയ്യുവാൻ തന്നോട് ചേരുന്നതിന് ആഹാബ് അവനെ പ്രേരിപ്പിച്ചു. ഇസ്രായേൽ രാജാവായ ആഹാബ് യൂദാ രാജാവായ യഹോശാഫാത്തിനോട് ചോദിച്ചു, റാമോത്ത് ഗിലെയാദിലേക്ക് നീ എന്നോട് കൂടി വരുമോ? യഹോശാഫാത്ത് മറുപടി പറഞ്ഞു, നീ തയ്യാറാണെങ്കിൽ ഞാനും തയ്യാർ. എൻ്റെ സൈന്യം നിന്റെ സൈന്യത്തെ പോലെ തന്നെ. ഞങ്ങൾ നിങ്ങളോടൊത്ത് യുദ്ധത്തിന് പോരാം. അവൻ തുടർന്നു, ആദ്യം കർത്താവിൻ്റെ ഹിതം ആരായാം. അപ്പോൾ ഇസ്രായേൽ രാജാവ് പ്രവാചകന്മാരെ വിളിച്ചുകൂട്ടി. അവർ 400 പേരുണ്ടായിരുന്നു. അവൻ അവരോട് ചോദിച്ചു, റാമോത്ത് ഗിലെയാദിനോട് യുദ്ധം ചെയ്യാൻ ഞാൻ പോകണമോ വേണ്ടയോ? അവർ പറഞ്ഞു, പോവുക, ദൈവം അത് രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. അപ്പോൾ യഹോശാഫാത്ത് ചോദിച്ചു, കർത്താവിൻ്റെ ഇംഗിതം ആരായാൻ അവിടുത്തെ പ്രവാചകനായി മറ്റാരും ഇവിടെയില്ലേ? ഇസ്രായേൽ രാജാവ് പറഞ്ഞു, കർത്താവിൻ്റെ ഹിതമാരായാൻ ഒരാൾ കൂടിയുണ്ട്, ഇംലായുടെ മകൻ മിക്കായ. എന്നാൽ എനിക്ക് അവനോട് വെറുപ്പാണ്. അവൻ എനിക്ക് തിന്മയല്ലാതെ നന്മ ഒരിക്കലും പ്രവചിക്കുകയില്ല. യഹോശാഫാത്ത് പറഞ്ഞു, രാജാവ് അങ്ങനെ പറയരുതേ. ആഹാബ് ഒരു ഭൃത്യനെ വിളിച്ച് ഇംലായുടെ മകൻ മിക്കായയെ വേഗം കൂട്ടിക്കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. ഇസ്രായേൽ രാജാവും യൂദാ രാജാവായ യഹോശാഫാത്തും രാജകീയ വസ്ത്രങ്ങൾ അണിഞ്ഞ് സമരിയായുടെ കവാടത്തിനടുത്തുള്ള മെതിക്കളത്തിൽ സിംഹാസനത്തിൽ ഉപവിഷ്ടരായി. പ്രവാചകന്മാർ അവരുടെ മുൻപിൽ പ്രവചിച്ചുകൊണ്ടിരുന്നു. അവരിൽ ഒരാൾ കെനാനയുടെ മകൻ സെദക്കിയ ഇരുമ്പുകൊണ്ടുള്ള കൊമ്പുകൾ വെച്ച് ആഹാബിനോട് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നീ ഇതുകൊണ്ട് സിറിയാക്കാരെ കുത്തി നശിപ്പിക്കും. എല്ലാ പ്രവാചകന്മാരും അത് ശരിവെച്ച് പറഞ്ഞു, റാമോത്ത് ഗിലെയാദിനെതിരെ നീങ്ങുക, കർത്താവ് അത് രാജാവിൻ്റെ കൈകളിൽ ഏൽപ്പിക്കും. മിക്കായയെ വിളിക്കാൻ ചെന്ന രാജസേവകൻ അവനോട് പറഞ്ഞു,
എല്ലാ പ്രവാചകന്മാരും ഏകസ്വരത്തിൽ രാജാവിന് അനുകൂലമായി പ്രവചിച്ചിരിക്കുന്നു. അങ്ങും അവരെ പോലെ അനുകൂലമായി പ്രവചിക്കുക. മിക്കായ പറഞ്ഞു, കർത്താവാണ് എൻ്റെ ദൈവം അരുളി ചെയ്യുന്നതെന്തോ അതു ഞാൻ പറയും. അവൻ വന്നപ്പോൾ രാജാവ് ചോദിച്ചു, മിക്കായ, ഞങ്ങൾ റാമോത്ത് ഗിലെയാദിനെതിരെ യുദ്ധത്തിന് പോകണമോ വേണ്ടായോ? മിക്കായ പറഞ്ഞു, പോയി വിജയം വരിക്കുക. കർത്താവ് അവരെ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കും. രാജാവ് പറഞ്ഞു, കർത്താവിൻ്റെ നാമത്തിൽ എന്നോട് സത്യമേ പറയാവൂ എന്ന് എത്ര പ്രാവശ്യം ഞാൻ ആവശ്യപ്പെടണം? അപ്പോൾ മിക്കായ പറഞ്ഞു, ഇടയിനില്ലാത്ത ആടുകളെ പോലെ ഇസ്രായേൽ ജനം പർവ്വതങ്ങളിൽ ചിതറിക്കിടക്കുന്നത് ഞാൻ കണ്ടു. ഇവർക്കു നാഥനില്ല, കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. ഇവർ സ്വഭവനത്തിലേക്ക് സമാധാനത്തോടെ മടങ്ങട്ടെ. ഇസ്രായേൽ രാജാവ് യഹോശാഫാത്തിനോട് പറഞ്ഞു, ഇവൻ എനിക്ക് തിന്മയല്ലാതെ ഒരിക്കലും നന്മ പ്രവചിക്കുകയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? മിക്കായ പറഞ്ഞു, കർത്താവിൻ്റെ വചനം ശ്രവിക്കുക. കർത്താവ് തൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. സ്വർഗീയ സൈന്യങ്ങൾ അവിടുത്തെ ഇടത്തും വലത്തും നിന്നിരുന്നു. അപ്പോൾ കർത്താവ് ചോദിച്ചു, ഇസ്രായേൽ രാജാവായ ആഹാബ് റാമോത്ത് ഗിലെയാദിൽ പോയി വധിക്കപ്പെടാൻ തക്കവണ്ണം ആരവനെ വശീകരിക്കും? ഓരോരുത്തരും ഓരോ വിധത്തിൽ മറുപടി നൽകി. ഒരാത്മാവ് മുൻപോട്ട് വന്ന് പറഞ്ഞു, ഞാൻ വശീകരിക്കാം. കർത്താവ് ചോദിച്ചു, എങ്ങനെ? അവൻ പറഞ്ഞു, ഞാൻ പോയി അവൻ്റെ എല്ലാ പ്രവാചകന്മാരുടെയും അധരങ്ങളിൽ നുണയുടെ ആത്മാവായിരിക്കും. അവിടുന്ന് അരുളി ചെയ്യുന്നു, പോയി അവനെ വശീകരിക്കുക. നീ വിജയിക്കും. ഇതാ, നിന്റെ ഈ പ്രവാചകന്മാരുടെ അധരങ്ങളിൽ കർത്താവ് വ്യാജത്തിന്റെ ആത്മാവിനെ നിവേശിപ്പിച്ചിരിക്കുന്നു. നിനക്ക് അനർത്ഥം വരുത്തുമെന്ന് കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. അപ്പോൾ കെനാനായുടെ മകൻ സെദക്കിയ അടുത്തു ചെന്ന് മിക്കായയുടെ ചെകിട്ടത്തടിച്ചുകൊണ്ട് ചോദിച്ചു, നിന്നോട് സംസാരിക്കാൻ കർത്താവിൻ്റെ ആത്മാവ് എന്നെ വിട്ട് ഏതു വഴിക്കാണ് നിന്റെ അടുത്തെത്തിയത്? അതിന് മിക്കായ പറഞ്ഞു, ഒളിക്കാൻ ഉള്ളറയിൽ കടക്കുന്ന ദിവസം നീ അതറിയും. ഇസ്രായേൽ രാജാവ് കൽപ്പിച്ചു, മിക്കായയെ പിടിച്ച് നഗരാധിപനായ ആമോന്റെയും രാജകുമാരനായ യോവാഷിന്റെയും മുൻപിൽ കൊണ്ടുചെന്ന് പറയുക, ഞാൻ സമാധാനത്തിൽ തിരിച്ചെത്തുന്നതുവരെ അല്പം മാത്രം അപ്പവും വെള്ളവും കൊടുത്ത് ഇവനെ കാരാഗൃഹത്തിൽ സൂക്ഷിക്കുക എന്ന് രാജാവ് ആജ്ഞാപിക്കുന്നു. മിക്കായ പറഞ്ഞു, നീ സമാധാനത്തിൽ മടങ്ങിയെത്തുമെങ്കിൽ കർത്താവല്ല എന്നിലൂടെ സംസാരിച്ചത്. ഇത് ജനം മുഴുവൻ കേൾക്കട്ടെ. ഇസ്രായേൽ രാജാവും യൂദാ രാജാവായ യഹോശാഫാത്തും റാമോത്ത് ഗിലെയാദിലേക്ക് പുറപ്പെട്ടു. ഇസ്രായേൽ രാജാവ് യഹോശാഫാത്തിനോട് പറഞ്ഞു, ഞാൻ വേഷപ്രച്ഛന്നനായി യുദ്ധക്കളത്തിലേക്ക് പോകാം. നീ രാജകീയ വസ്ത്രം ധരിച്ചുകൊള്ളൂ. അങ്ങനെ ഇസ്രായേൽ രാജാവ് വേഷം മാറി അവർ യുദ്ധത്തിനു പോയി. ഇസ്രായേൽ രാജാവിനോടല്ലാതെ വലിയവനോ ചെറിയവനോ ആയ ആരോടും പടപൊരുതരുത് എന്ന് സിറിയ രാജാവ് തൻ്റെ രഥനായകന്മാരോട് കൽപ്പിച്ചിരുന്നു. യഹോശാഫാത്തിനെ കണ്ടപ്പോൾ, ഇതാ ഇസ്രായേൽ രാജാവെന്ന് പറഞ്ഞ് അവർ അവനെ ആക്രമിച്ചു. അപ്പോൾ യഹോശാഫാത്ത് നിലവിളിച്ചു. കർത്താവ് അവനെ സഹായിച്ചു. അവരിൽ നിന്നു ദൈവം അവനെ വിടുവിച്ചു. അവൻ ഇസ്രായേൽ രാജാവല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ രഥനായകന്മാർ അവനെതിരായുള്ള ആക്രമണത്തിൽ നിന്ന് പിന്തിരിഞ്ഞു. എന്നാൽ യദൃശ്ചയ ഒരു ഭടനെയ്ത അമ്പ് ഇസ്രായേൽ രാജാവിൻ്റെ മാർച്ചട്ടയ്ക്കും കവചത്തിനുമിടയിൽ തുളച്ചു കയറി. അവൻ സാരഥിയോട് പറഞ്ഞു, രഥം തിരിച്ച് എന്നെ യുദ്ധക്കളത്തിൽ നിന്ന് കൊണ്ടുപോവുക, എനിക്ക് മുറിവേറ്റിരിക്കുന്നു. അന്ന് ഘോര യുദ്ധം നടന്നു. സന്ധ്യ വരെ ഇസ്രായേൽ രാജാവ് സിറിയാക്കാർക്ക് അഭിമുഖമായി രഥത്തിൽ ചാരി നിന്നു. സൂര്യാസ്തമയത്തോടെ അവൻ മരിച്ചു. ദൈവമായ കർത്താവിന് സ്തുതി.